എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന വൈക്കിങ്സിൽപ്പെട്ടവരെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് പടയാളികൾ നഗ്നരായ വൈക്കിങ്ങുകളെ പതിയിരുന്നു ആക്രമിക്കുന്നു. ഇംഗ്ലീഷ് കമാൻഡർ തന്റെ ആളുകളോട് പറയുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാവരെയും കൊല്ലാനും രാജാവിന്റെ കൽപ്പന പ്രകാരം അവരുടെ സ്ഥലം കത്തിക്കാനും ആവശ്യപ്പെടുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ഐസ്ലാൻഡിലെ ഗ്രാമത്തിൽ കുട്ടികൾ മരം കൊണ്ട് നിർമ്മിച്ച വാളും കുന്തവും ഉപയോഗിച്ച് കളിക്കുന്നു. അവിടെ നമ്മുടെ തോർഫിനും അവന്റെ സുഹൃത്ത് ഫോക്സിയും യുദ്ധത്തിൽ മരണപ്പെട്ട ശവങ്ങളായി ആക്ട് ചെയ്യുന്നു. അപ്പൊ തോർഫിൻ ഫോക്സിയോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും എന്താണ് എല്ലാ യുദ്ധത്തിലും ഇത്ര പെട്ടെന്ന് മരണപ്പെടുന്നത്? അപ്പൊ ഫോക്സി ശവങ്ങൾ സംസാരിക്കാറില്ല എന്നും വാൽഹാലയിൽ തനിക്ക് എല്ലാ ദിവസവും മാംസം കഴിക്കാമായിരുന്നുവെന്നും പറയുന്നു. എന്നാൽ ശക്തരായ യോദ്ധാക്കൾക്ക് മാത്രമേ വാൽഹാലയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളെന്ന് തോർഫിൻ പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ലീഫ് നോർവേയിലേക്ക് പോകുന്ന കാര്യം നമ്മുടെ തോർഫിൻ അറിയുന്നു. അവനും കൂടെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ലീഫ് അതിനെ സമ്മതിക്കുന്നില്ല. താൻ പോകുന്നത് വിനോദത്തിനല്ല, ചരക്ക് കച്ചവടത്തിനാണെന്ന് ലീഫ് പറയുന്നു. ശേഷം ലീഫ് കടലിലേക്ക് നോക്കി തന്റെ പിതാവിനൊരു സന്ദേശം നൽകാൻ തോർഫിനോട് പറയുന്നു. ഒരു യുദ്ധക്കപ്പൽ ഐസ്ലാൻഡിന് നേരെ വരുന്നുണ്ട്. ഇത് കേട്ട തോർഫിൻ വേഗത്തിൽ ഓടുന്നു. അപ്പൊ നമ്മുടെ തോർസ് എന്തോ പാത്രം ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് തോർസിന് അത് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അവിടെ നമ്മുടെ തോർഫിൻ വന്ന് ലീഫ് പറഞ്ഞ കാര്യം തോർസിനോട് പറയുന്നു. അവിടെ കട്ട് ചെയ്താൽ വെളുത്ത നിറത്തിലുള്ള ഒരു കൂട്ടം യോദ്ധാക്കൾ തോർസ് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ അവിടെ തോർസും തോർഫിനും വരുന്നുണ്ട്. തോർസിനെ കണ്ടതും യോംസ് വൈക്കിങ്ങുകൾ എല്ലാവരും തോർസിനെ ബഹുമാനത്തോടെ വണങ്ങുന്നു. തോർസ് അവരുടെ നേതാവിനെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. ഇയാളുടെ പേരാണ് ഫ്ലോക്കി. തോർസ് പറയുന്നു, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇത്രയും വഴി വരുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നോർവേ പ്രചാരണത്തിന് ശേഷം തങ്ങൾ പരസ്പരം കണ്ടിട്ടില്ലെന്നും ഐസ്ലാൻഡ് ഭൂമിയുടെ അറ്റത്ത് തോർസ് ഒളിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഫ്ലോക്കി പറയുന്നു. തോർസ് ഫ്ലോക്കിയോട് വന്ന കാര്യം പറയാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ആദ്യം ഫ്ലോക്കി ഇറങ്ങാൻ അനുമതി ചോദിക്കുന്നു. ശേഷം തോർസിന്റെ വീട്ടിൽ ആരിയും തോർഫിനും ഇൽവയും മറ്റു കുട്ടികളും നിശബ്ദമായി തോർസും ഫ്ലോക്കിയും സംസാരിക്കുന്നത് നോക്കുന്നു. ഫ്ലോക്കി നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട വൈക്കിങ്സിനെതിരെ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് വന്ന അറ്റാക്കിനെ പറ്റി സംസാരിക്കുന്നു. അത് മാത്രമല്ല ഫ്ലോക്കി ഇതുകൂടി പറയുന്നുണ്ട്, ഡെൻമാർക്കിന്റെ രാജാവായ കിങ്സ്വെയിന്റെ സിസ്റ്ററെ പോലും അവർ കൊന്നു. ഇപ്പോൾ രാജാവിന് തന്റെ സഹോദരിയുടെ മരണം ഒരു കാരണമാക്കി ഇംഗ്ലണ്ടുമായി യുദ്ധം ആരംഭിക്കാൻ കഴിയുമെന്നും യോംസ് വൈക്കിങ്ങുകൾ ഡെൻമാർക്കിന്റെ സൈന്യത്തിൽ ചേരുമെന്നും ഇംഗ്ലണ്ടിന്റെ ആക്രമണം സ്പ്രിംഗിൽ ആരംഭിക്കുമെന്നും ഫ്ലോക്കി പറയുന്നു. സോ ഫ്ലോക്കിയുടെ വന്നത് തോർസിനെ ഇവരുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കാൻ വേണ്ടിയാണ്. കാരണം തോർസ് മുമ്പ് ഒരു യോംസ് വൈക്കിംഗ് ആയിരുന്നു. ഇതൊക്കെ കേട്ട് തോർസ് ഫ്ലോക്കിയോട് തന്റെ ഇഷ്ടം പോലെ ചെയ്യണമെന്നും ഐസ്ലാൻഡിലെ ഈ ചെറിയ ഗ്രാമത്തിന് വലിയ രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ആശങ്കയില്ലെന്നും പറയുന്നു. യോംസ് വൈക്കിങ്സിൽപ്പെട്ട മുഴുവൻ ആളുകളും യോംസ്ബർഗിലേക്ക് മടങ്ങാൻ ചീഫ് സിഗ്വാൾഡി ഉത്തരവിട്ടതിനാൽ തോർസ് വരണമെന്ന് പറയുന്നു. എന്നിട്ട് ഫ്ലോക്കി പറയുന്നുണ്ട്, നിന്നെ പോലെയുള്ള ഒളിച്ചോട്ടക്കാരന് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പോലും അർഹതയില്ല. നമ്മൾ ആദ്യ എപ്പിസോഡിൽ തോർസ് ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് കണ്ടില്ലേ? അതിനെപ്പറ്റിയാണ് ഫ്ലോക്കി ഇവിടെ പറഞ്ഞത്. വരാനിരിക്കുന്ന യുദ്ധത്തിൽ യോംസ് വൈക്കിംഗ് ക്യാപ്റ്റനായി പങ്കെടുക്കാൻ തോർസിനെ ആവശ്യമാണെന്ന് ഫ്ലോക്കി പറയുന്നു. ചീഫ് നിന്നോട് കരുണ കാണിക്കുകയാണ്. അതുമാത്രമല്ല 15 വർഷത്തിന് ശേഷം ബഹുമാനത്തോടെ യുദ്ധത്തിൽ മടങ്ങാമെന്നും ചീഫ് സിഗ്വാൾഡി തോർസിന്റെ കഴിവിനെ ശരിക്കും വിലമതിക്കുന്നുവെന്നും അവനെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്നും ഫ്ലോക്കി പറയുന്നു. ഇത് കേട്ട തോർസ് ഇത് പറയാൻ വേണ്ടി ഒരു യുദ്ധക്കപ്പൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നും ഗ്രാമവാസികൾ ഭയപ്പെടുന്നുണ്ടെന്നും തോർസ് ഫ്ലോക്കിയോട് പറയുന്നു. അതേസമയം ജീവിതത്തിൽ ആദ്യമായി ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്നതിന്റെ ആവേശത്തിലാണ് ആരിയും അവന്റെ സുഹൃത്തുക്കളും. തോർസിനെ റിക്രൂട്ട് ചെയ്യാനാണ് അവർ ഇവിടെ വന്നതെന്ന് ആരി തോർഫിനോട് പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടുവരുമ്പോൾ യോംസ് വൈക്കിങ്സിൽപ്പെട്ട ഒരാളുമായി ആരി കൂട്ടിയിടിക്കുന്നു. ആരി ഇദ്ദേഹത്തിനോട് സോറി പറയുന്നുണ്ട്. ബട്ട് അയാളാകട്ടെ ആരിയെ തുറിച്ചു നോക്കുന്നു. ശേഷം തോർസിന്റെ വീട്ടിൽ തോർസ് യുദ്ധത്തിൽ പോരാടാൻ വിസമ്മതിച്ചാൽ അവന്റെ ദൗത്യം പരാജയപ്പെടുമെന്നും ചീഫിന്റെ റെപ്യൂട്ടേഷന് കോട്ടം വരുമെന്നും ഫ്ലോക്കി പറയുന്നു. താൻ വെറും കൈയോടെ വീട്ടിലേക്ക് പോകില്ലെന്നും തോർസിന്റെ സഹായത്തിനായി ഗ്രാമത്തെ മുഴുവനും ഹോസ്റ്റേജസായി വെക്കുമെന്നും പറയുന്നു. ഈ സാഹചര്യത്തിൽ താൻ നിസ്സഹായനാണെന്ന് തോർസ് മനസ്സിലാക്കുന്നു. ശേഷം ലൈഫിനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം യോംസ് വൈക്കിങ്സിനെ പറ്റി ആരിയോടും തോർഫിനോടും പറയുന്നു. വിൻലാൻഡിലെ തുറമുഖ പട്ടണമായ യോംസ്ബർഗിൽ നിന്നുള്ള ഒരു സൈന്യമാണ് യോംസ് വൈക്കിങ്സ് എന്ന് ലീഫ് പറയുന്നു. അവർ ശക്തരാണോ എന്ന് ആരി ചോദിക്കുന്നു. വടക്കൻ കടലിലെ ഏറ്റവും ശക്തമായ സൈന്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ശേഷം ഫ്ലോക്കി തോർസിന്റെ വീട് വിട്ട് എല്ലാ യോംസ് വൈക്കിങ്ങുകളോടും കപ്പലിലേക്ക് മടങ്ങാൻ കൽപ്പിക്കുന്നു. നേരത്തെ ആരിയെ ഇടിച്ച് യോംസ് വൈക്കിംഗ് ദേഷ്യത്തോടെ പോകുന്നു. ഇതേ സമയം ഫ്ലോക്കി താൻ ആരാണെന്നും തോർസിനെ റിക്രൂട്ട് ചെയ്യാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഗ്രാമവാസികളോട് പറയുന്നു. തോർസിന് സ്വന്തം യുദ്ധക്കപ്പൽ നൽകുമെന്നും അവരിൽ ധൈര്യശാലികളായവരെ യോംസ്ബർഗിലേക്ക് തന്നോടൊപ്പം വരാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. യുദ്ധക്കളത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഫ്ലോക്കി അവിടെ നിന്ന് പോകുന്നു. യുദ്ധമെന്ന് കേട്ടതും ഗ്രാമത്തിലുള്ളവരെല്ലാം ആഘോഷിക്കുന്നു. തോർസും ലീഫും ഒഴികെ ഗ്രാമം മുഴുവനും ആഘോഷിക്കുന്നു. എല്ലാവരും ആഹ്ലാദിക്കുമ്പോൾ നിരാശനായി തോർസ് നടന്നു പോകുന്നു. ശേഷം തോർസിന്റെ വീട്ടിൽ വെച്ച് ഫ്ലോക്കി പറഞ്ഞ കാര്യങ്ങൾ തോർസ് ലീഫിനോടും ഹെൽഗയോടും പറയുന്നു. ഇതിന്റെയൊക്കെ കാരണം എന്റെ പാസ്റ്റ് ആണ്. എല്ലാവരെയും കൊന്നു ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്കിതൊക്കെ നിർത്തണമെന്ന് തോന്നി. എനിക്കൊരാളെ കൊല്ലാനോ സ്വയം മരണപ്പെടാനോ ആഗ്രഹമില്ല. അതിനാൽ ഞാൻ യുദ്ധക്കാലത്തിൽ നിന്ന് ഒളിച്ചോടി. ഞാൻ മരണപ്പെട്ടതുപോലെ ഞാൻ വരുത്തി തീർത്തു. ബട്ട് അവർ അത് കണ്ടുപിടിച്ചു എന്നിങ്ങനെ തോർസ് പറയുന്നു. തനിക്കത് വീണ്ടും ചെയ്യാൻ കഴിയുമോ എന്ന് ലീഫ് ചോദിക്കുന്നു. താൻ വീണ്ടും ഒളിച്ചോടിയാൽ ഗ്രാമം തന്റെ സ്ഥാനത്ത് കഷ്ടപ്പെടുമെന്നും യോംസ് വൈക്കിങ്സ് ഒളിച്ചോടിയവരോട് ഒരിക്കലും ക്ഷമിക്കില്ലെന്നും തോർസ് പറയുന്നു. ഇതിന്റെ എല്ലാ ചുമതലയും
തനിക്കുള്ളതാണെന്ന് തോർസ് പറയുന്നു. അതിനുശേഷം ഗ്രാമത്തിലെ ആളുകൾ അവരുടെ യുദ്ധക്കപ്പൽ തയ്യാറാക്കുന്നു. ലീഫ് ഒരു ബാരലിലിരുന്ന് ഇതൊക്കെ നോക്കുന്നു. ആരൻ ലീഫിനോട് നിങ്ങളല്ലേ പറഞ്ഞത് നോർവേയിലേക്ക് പോവുകയാണെന്ന്? യുദ്ധക്കപ്പലിൽ തങ്ങളോടൊപ്പം പോകാൻ തോർസ് തന്നോട് ആവശ്യപ്പെട്ടതായി ലീഫ് പറയുന്നു. അത് സേഫ് ആയിരിക്കുമെന്നും അവർ തന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്നും ആരി പറയുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരും യുദ്ധം ചെയ്യാൻ ഇത്ര ഇഷ്ടപ്പെടുന്നത് എന്ന് ലീഫ് സ്വയം ആശ്ചര്യപ്പെടുന്നു. മറ്റൊരിടത്ത് നമ്മുടെ തോർഫിൻ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട കളി വീണ്ടും കളിക്കുന്നു. പക്ഷേ ഇത്തവണ തോർഫിൻ കുട്ടികളെ എല്ലാം എളുപ്പത്തിൽ പരാജയപ്പെടുത്തുന്നു. പക്ഷേ അവിടെയുള്ള മറ്റു കുട്ടികൾ തോർഫിനോട് റൂള് ഫോളോ ചെയ്ത് കളിക്കാൻ പറയുന്നു. ബട്ട് തോർഫിനാകട്ടെ ഇതൊന്നും കേൾക്കാതെ അവിടെ നിന്നൊരു കുട്ടിയെ അടിച്ച് അവിടെ നിന്ന് പോകുന്നു. ഡോക്കിൽ തോർസും മറ്റാളുകളും തങ്ങളുടെ കപ്പലിൽ ഒരു കൊടിമരം ഘടിപ്പിക്കുന്നു. ഒരാൾ തോർസിനെ സമീപിക്കുകയും മകന്റെ മുറികൾ നോക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശേഷം അവർ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ കുട്ടിയുടെ കൈ ഒടിഞ്ഞതായി തോർസ് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെയുള്ള മറ്റു കുട്ടികൾ ഇത് തോർഫിന് ചെയ്തതാണെന്ന് പറയുന്നു. ഇത് കേട്ട തോർസ് സോറി പറയുന്നുണ്ട്. പക്ഷേ ആ കൈ ഒടിഞ്ഞ കുട്ടിയുടെ അച്ഛനാകട്ടെ കുട്ടികളുടെ കളിയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ശേഷം അദ്ദേഹം പറയുന്നു തോർഫിനെ പോലെയുള്ള ഒരു 6 വയസ്സുകാരനെ തന്റെ ഇരട്ടിയോളം പ്രായമുള്ള കുട്ടികളെ പരിക്കേൽപ്പിക്കാൻ കഴിയുമെന്നത് വലിയ കാര്യമാണ്. ബട്ട് ഇതൊക്കെ കേട്ട് തോർസ് ടെൻഷനാകുന്നു. അവിടുന്ന് കേട്ട് ചെയ്ത ആരിക്ക് അവന്റെ പിതാവ് ഒരു കൂട്ടം കവചങ്ങളും ആയുധങ്ങളും നൽകുന്നു. എല്ലാ ആൺകുട്ടികളും ഒത്തുകൂടി അവർക്ക് ലഭിച്ച ആയുധങ്ങൾ കാണിക്കുന്നു. തോർഫിൻ ദൂരെ നിന്ന് ഇതൊക്കെ നോക്കുന്നുണ്ട്. ശേഷം വീട്ടിലെത്തിയ തോർഫിൻ അവന്റെ മരത്തിന്റെ വാൾ വലിച്ചെറിയുന്നു. തന്റെ സാധനങ്ങൾ തറയിൽ ഉപേക്ഷിക്കരുതെന്നും അവൾ അത് വലിച്ചെറിയുന്നതിന് മുമ്പ് അത് എടുക്കണമെന്നും ഇൽവ അവനോട് പറയുന്നു. എന്നാൽ തനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് തോർഫിൻ അവളോട് പറയുന്നു. തോർഫിൻ കാര്യമായി എന്തോ സ്റ്റോർ റൂമിൽ നോക്കുന്നുണ്ട്. ഇത് കണ്ട ഇൽവ താൻ എന്താണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. തനിക്കൊരു ആയുധം ആവശ്യമാണെന്ന് തോർഫിൻ മറുപടി നൽകുന്നു. അവൻ വളരെ ചെറുപ്പമായതിനാൽ അവരുടെ പിതാവ് അവനെ യുദ്ധത്തിന് കൊണ്ടുപോകില്ലെന്ന് ഇൽവ പറയുന്നു. ഒരു വലിയ അന്വേഷണത്തിന് ശേഷം തോർഫിന് ഒരു വാൾ കണ്ടെത്താൻ സാധിക്കുന്നു. അതിനെ നോക്കി മനോഹരമെന്ന് പറയുന്നു. പെട്ടെന്ന് തോർസ് അവിടെ വരുന്നു. തോർഫിനിൽ നിന്ന് വാൾ മുറുക്കെ പിടിക്കുന്നു. അതുകൊണ്ട് തോർസിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ഒരു വാൾ കൊല്ലാനുള്ള ആയുധമാണെന്ന് തോർഫിനോട് പറയുകയും ആരെയാണ് കൊല്ലാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തോർഫിൻ തന്റെ ശത്രുക്കളാണെന്ന് പറയുന്നു. അതിനാൽ ആരാണ് തന്റെ ശത്രു എന്ന് ചോദിക്കുന്നു. തോർഫിൻ ഹഫ്താനെ പോലെയുള്ളവരാണെന്ന് പറയുന്നു. ഇത് കേട്ട തോർഫിനെ പിടിച്ച് തനിക്ക് ശത്രുക്കളില്ലെന്നും വേദനിപ്പിക്കാൻ ആരുമില്ലെന്നും പറയുന്നു. അതിന് അർത്ഥമില്ല. കാരണം നാളെ ഞാൻ യുദ്ധത്തിന് പോയി ശത്രുക്കളെ കൊല്ലും. ഒരു കുട്ടിയെപ്പോലെ തന്നോട് പെരുമാറരുതെന്ന് തോർഫിൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ശേഷം ഹെൽഗ പുറത്തു വന്ന് തോർസിന്റെ പരിക്കേറ്റ കൈ ചികിത്സിക്കുന്നു. തോർസ് ഹെൽഗയോട് തോർഫിനെ നോക്കാൻ ആവശ്യപ്പെടുന്നു. ഡോക്കിൽ തോർഫിൻ ദേഷ്യത്തോടെ തന്റെ പിതാവിന്റെ യുദ്ധക്കപ്പൽ നോക്കുന്നു. അടുത്ത ദിവസം പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന തോർഫിനെ തോർസ് നോക്കുന്നു. വടക്കു പടിഞ്ഞാറ് നിന്ന് കാറ്റ് ചെറുതായി വീശുന്നുവെന്നും തിരമാലകൾ ശാന്തമാണെന്നും അതിനാൽ ഓടി നിന്ന് നല്ല മൂഡിലാണെന്നും യാത്ര ചെയ്യാൻ പറ്റിയ ദിവസമാണെന്നും ലീഫ് പറയുന്നു. അവിടുന്ന് കണ്ടിച്ച ഫറോ ഐലൻഡാണ് കാണിക്കുന്നത്. അവിടെ ഒരു കൂട്ടം വൈക്കിംഗ് ക്രിസ്ത്യൻ സന്യാസിക്ക് നേരെ കോടാലി എറിയുന്നു. അവിടെ യോംസ് വൈക്കിങ്സും ഉണ്ട്. ശേഷം ഫ്ലോക്കി ആസ്കിലാഡ് എന്ന വ്യക്തിയോട് എപ്പോഴത്തും പോലെ തന്റെ ആളുകൾ കാട്ടാളന്മാരാണെന്ന് പറയുന്നു. എന്നാൽ അവർക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമില്ലെന്ന് ആസ്കിലാഡ് പറയുന്നു. താനും കൂട്ടരും കാത്തിരുന്നും അടുത്തതിനാൽ കാര്യത്തിലേക്ക് കടക്കാൻ ആസ്കിലാഡ് ഫ്ലോക്കിയോട് ആവശ്യപ്പെടുന്നു. തങ്ങളുടെ കരാറിന് മാറ്റമില്ലെന്നും 5 പൗണ്ട് സ്വർണം അവന്റെ ബോഡി കിട്ടിയാൽ നൽകുമെന്നും ഫ്ലോക്കി പറയുന്നു. നിന്റെ ജോലി തോർസിനെ കൊല്ലുക എന്ന് മാത്രമാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.